ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഒരു വലിയൊരു സ്കെയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഇത്രയും വലിയൊരു ഷീറ്റാണ് നമുക്ക് അതിന് വേണ്ടി ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് ഒരു സ്കെച്ചാണ്, ഒരു ബ്ലാക്ക് സ്കെച്ചാണ്, പിന്നെ ഒരു സ്കെയിലാണ്. ഈ സ്കെയിൽ പോലെയാണ് നമ്മൾ ഈ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റാണ് നമ്മളത് അരച്ചെണ്ണ നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിലാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഫസ്റ്റാണ് നമ്മൾ ഒരു വലിയ വര വരച്ച് കൊടുക്കുക. ഈ വലിയ വര വരക്കുന്നത് എന്താണ്, 0 സെൻറ്റിമീറ്ററാണ്. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഒരു വരയും കൂടി വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇത്രയും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു വര ഇട്ട് വീണ്ടും ഒരു വര വരക്കുക. എന്നിട്ട് വീണ്ടും ഒരു വര വരക്കുക. എന്നിട്ട് ഒരു ഇത്തിരി വലിയ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 0.5 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെന്താണ്, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വര വരച്ച് കൊടുക്കുക. പിന്നെന്താണ്, പിന്നെ നമ്മൾ ഒരു വരയും കൂടി വരച്ച് കൊടുക്കുക. പിന്നെ ഇത്തിരിയും കൂടി വലിയൊരു വര വരച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇതാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, 1 സെൻറ്റിമീറ്റർ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അതേപോലെ തന്നെ വീണ്ടും മൊത്തം 10 വരെയാണ് വേണ്ടത്. 1 2 3 ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 1.5 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ അതെ വീണ്ടും ഒരു 4 വരയും കൂടി വരച്ചു കൊടുക്കണം. 5 വരേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഇത്തിരി വലിയ വര വരച്ചു കൊടുക്കണം. പിന്നെ ഇത്തിരിയും കൂടി വലിയ വര വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ 2 സെൻറ്റിമീറ്റർ നമ്മൾ പറയുന്നത്. അതേപോലെ വീണ്ടും ഒരു വര വരച്ചു കൊടുക്കുക, 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 പിന്നെ ഇത്തിരി വലിയൊരു വര വരച്ചു കൊടുക്കുക. അതാണ് 2.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് 2.6, 2.7, 2.8, 2.9. ഇപ്പം നമ്മൾ നേരെ പോയി 3 സെൻറ്റിമീറ്റർ, ഇതാണ് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതെ വീണ്ടും അതേപോലെ ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക. പിന്നെ ഇപ്പം ഇതാണ് 3.4 സെൻറ്റിമീറ്റർ. പിന്നെ ഒരു ഇത്തിരിയും കൂടി വലിയ വര വരച്ച് കൊടുക്കുമ്പോൾ 3.5 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമ്മൾ എന്താണ് 5 ആയിട്ടാണ് കൂട്ടുന്നത്. 2ൻ്റെ അകത്ത് 2.5, 3ൻ്റെ അകത്ത് 3.5, 1ൻ്റെ അകത്ത് 1.5 എന്നാണ്. വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വരച്ച്. അപ്പോൾ ഇത്ര ആയതിനു ശേഷം ഒരു 10, 1 2 3 4 5 6 7 അപ്പോൾ മൊത്തം ഈ 10 വര കൂടുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ കംപ്ലീറ്റ് ആകുന്നത്. അങ്ങനെയാണ് ഇത്രയും എത്തിയപ്പോൾ നമ്മൾ എത്ര വരെ എത്തി, 4 സെൻറ്റിമീറ്റർ വരെ എത്തി. എന്താണ് വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഇത്ര ആകുമ്പോൾ 4.2 സെൻറ്റിമീറ്റർ ആയി. പിന്നെ 4.3, 4.4, പിന്നെ വീണ്ടും ഇത്തിരിയും കൂടി വലിയ വര വരച്ച് കൊടുക്കുക. എന്നിട്ട് എന്താണ് ഇത്തിരി വലിയ വര വരച്ച് കൊടുക്കുക, പിന്നെ ഇത്തിരി വരച്ച് കൊടുക്കുക, ഇത്തിരി വലിയ വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വരച്ച് കൊടുക്കുക, പിന്നെ ഇത്തിരി വലിയ വര വരച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയായി 5 സെൻറ്റിമീറ്റർ വരെ എത്തി. അപ്പോൾ വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, ഇത്തിരി വലിയ വര വരച്ച് കൊടുക്കുക, ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക. ഇത് ഇത്രയായപ്പോൾ എത്രയായി, മൊത്തം 6 സെൻറ്റിമീറ്റർ ആയി. 6 സെൻറ്റിമീറ്റർ ആയി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്കെയിലിൻ്റെ ഈ രൂപം പോലെ തുടങ്ങിയില്ലേ, ഉണ്ടാ ഈ ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. കാണിച്ചു തരാം. നമ്മളിത് പകുതി പണി ഇതായിട്ടുള്ളൂ, ഇനിയും മൊത്തം പണിയുണ്ട്. പിന്നെ 6.1, 6.2, 6.3, 6.4, പിന്നെ 6.5, 6. നമുക്കിത് മാത്സിലൊക്കെ ചിലപ്പോൾ 8ലും 9ലൊക്കെ ചിലപ്പോൾ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. അത് സ്കെയിലിൻ്റെ പിക്ചറൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തോ എഴുതി വെച്ചേക്കാം. അപ്പോൾ 6 ഇപ്പോൾ നമ്മൾ ഇത്ര 1 2 3 4 5 6 7 8 9
10. അപ്പോൾ 10th ആകുമ്പോഴാണ് ഒരു സെൻറ്റിമീറ്റർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ 7 സെൻറ്റിമീറ്റർ വരെ എത്തി എന്നാണ്. വീണ്ടും ഒരു വര, വീണ്ടും ഒരു വര, വീണ്ടും ഒരു വര, വീണ്ടും ഒരു വര. ഇവിടെ മുട്ടുന്നുണ്ടല്ലോ. പിന്നെ ഇത്രയും കൂടി ഒരു വലിയ വര. ഇത് ഇത്തിരി കുറക്കാം, ഇത്ര മതി എന്നാണ്. വീണ്ടും ഒരു വര, വീണ്ടും ഒരു വര, വീണ്ടും ഒരു വര. ഇപ്പോഴത്തെ നമ്മൾ എത്ര 8 ഇതേ. പിന്നെ നമ്മളിത് ഒരു 2 സെൻറ്റിമീറ്ററും കൂടി കംപ്ലീറ്റ് ആയപ്പോൾ ഏകദേശം നമ്മൾ 15 സെൻറ്റിമീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്കത് തുടങ്ങാം. ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക. ഏകദേശം നമ്മുടെ ജോലി തീരാറായി. വരച്ച് കൊടുക്കുക. പിന്നെ കുറച്ചിത്തിരി വര വരച്ച് കൊടുക്കുക. അതിനേക്കാളും ഇത് വെച്ചാൽ ചെറിയ വരയേക്കാൾ കുറച്ച് ഇത്തിരി വലിപ്പം. അതാണ് നമ്മൾ എന്ത് പറയുന്നത് 8.5. 8.5. വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും വരച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ എത്രയായി 9 സെൻറ്റിമീറ്റർ വരെ എത്തി. പിന്നെ വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക. പിന്നെ ഇത്തിരി വലിയ വര വരച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളിത് 9 സെൻറ്റിമീറ്റർ വരെ എത്താൻ തുടങ്ങി. എത്തി. വീണ്ടും വര വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക, വീണ്ടും വര വരച്ച് കൊടുക്കുക. അതെ. ഇപ്പം നമ്മൾ എത്രയായി 10 സെൻറ്റിമീറ്റർ. ഇതേ ഞാൻ കാണിച്ചു തരാം. 10 സെൻറ്റിമീറ്റർ ആയ സ്കെയിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു സ്കെയില് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടാകും. സ്കെയിൽ ഇതുമായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴായതാണ്. അത് കുഴപ്പമില്ല. എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നില്ലെങ്കിൽ ഇത്തിരി കൂടെ ഇങ്ങനെ സൂക്ഷിക്കണം. വീണ്ടും ഒരു ഇത്തിരി വലുതായിട്ട് വീണ്ടും ഒരു വര വരച്ചെടുക്കുക, വീണ്ടും ഒരു വര വരച്ചെടുക്കുക, വീണ്ടും ഒരു വര വരച്ചെടുക്കുക, ഇത്തിരി വലിയ വര വരച്ചെടുക്കുക, വീണ്ടും ഒരു വര വരച്ചെടുക്കുക, വീണ്ടും ഒരു വര വരച്ചെടുക്കുക, വീണ്ടും വര വരച്ചു. ഇപ്പം അതെ 1 2 3. ഇപ്പം നമ്മളിത് 11 സെൻറ്റിമീറ്റർ ആയിട്ട് ഇനി ഒരു 4 സെൻറ്റിമീറ്ററും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ നമുക്കിവിടെ താഴത്തും കൂടി ഈ താഴ്ഭാഗമില്ലേ, താഴത്തും കൂടി ഒരു ലൈൻ വരക്കുന്നുണ്ടേ. താഴത്തും കൂടി അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പം നല്ല ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയാണ് കേട്ടോ. വീണ്ടും ഒരു വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു കൊടുക്കുക, വീണ്ടും ഒരു വര വരച്ച് കൊടുക്കുക. അതെ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, 1 സെൻറ്റിമീറ്ററും കൂടി നമ്മൾ എന്ത് ചെയ്തു നടന്നു. അപ്പം ഇപ്പം നമ്മൾ എത്ര 12 സെൻറ്റിമീറ്ററായി. ഇപ്പം അതെ ഇപ്പം നമ്മൾക്ക് മൊത്തം 13 സെൻറ്റിമീറ്ററാണ്. വീണ്ടും ഒരു വരച്ച് കൊടുക്കാം, വീണ്ടും ഒരു വര വെച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിത് മൊത്തം 14 സെൻറ്റിമീറ്ററാണ് കേട്ടോ. വരച്ച് കൊടുക്കുക, വീണ്ടും ഒരു വര വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിത് നമ്മളിത് മുകൾ ഭാഗം ഇപ്പം ഞാൻ കാണിച്ചിട്ടോ നമുക്കത്. ഇപ്പം നമ്മളിത് നോക്കുകയാണെങ്കിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അങ്ങനെ നമ്മളത് 15 സെൻറ്റിമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനേക്കാളും അധികം നമുക്ക് പോകാം, പക്ഷേ വീഡിയോ നീണ്ടു പോകാൻ കാരണം നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അത് നമുക്ക് താഴത്തുള്ള ഭാഗം നമുക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, താഴത്തുള്ള ഭാഗം ഒന്ന് നോക്കി വെക്കുക. താഴത്തത് മുകളിലത്തെ പോലെയല്ല, അത് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. താഴത്തൊരു ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതില്ലേ, ഒരു വര വരക്കണം. ആദ്യം ഇത്തിരി വലിയ വര വരക്കണം, പിന്നെ ഒരു കുഞ്ഞി വര വരക്കണം അല്ലേ, ഒരു കുഞ്ഞി വര വരക്കണം, വീണ്ടും ഒരു കുഞ്ഞി വര വരക്കണം, വീണ്ടും ഒരു കുഞ്ഞി വര, എന്നിട്ടൊരു വലിയ വര,
വീണ്ടും ഒരു കുഞ്ഞു വര, വീണ്ടും ഒരു കുഞ്ഞു വര, പിന്നൊരു വലിയ വര. ഇതേപോലെ തന്നെ ഓരോ വീണ്ടും ഒരു കുഞ്ഞു വര, 4 കുഞ്ഞു വര, പിന്നെ ഒരു വലിയ വര. വീണ്ടും ഒരു 4 കുഞ്ഞു വര, പിന്നെ ഒരു വലിയ കുഞ്ഞു വര, വലിയ വര. വീണ്ടും ഒരു 4 കുഞ്ഞു വര, സ്റ്റേജ് 4 പിന്നൊരു വലിയ വര, 4 പിന്നൊരു വലിയ വര, 4 വര, പിന്നെ ഒരു വലിയ വര, ക്യാമറ 2 വര, പിന്നൊരു വര, 4 വര, 4 വര, പിന്നൊരു വര എന്ന് വെച്ചതേ. ഇപ്പം നമ്മളിതൊരു സൈഡ് ഭാഗം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ചെറിയ ഭാഗം നമ്മളിവിടെ ഒരു ക്യാമറയിലും കൂടി ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിലെഴുതിയിരിക്കുന്നത് ക്യാമറയിലാണ്. അപ്പം നമുക്കൊരു വലിയൊരു ക്യാമറ, ആ ക്യാമറയിൽ നിന്ന് നല്ലൊരു കമ്പനിയാണ് കേട്ടോ. വീഡിയോ വരച്ചു നോക്കാം, വീഡിയോ വരച്ചു നോക്കാം. സ്കില്ല് ഒന്നു അപ്പം നമ്മളിത് അത് നമ്മളിപ്പോൾ 4 വര വരച്ചു. ഇപ്പോൾ ഒരു സ്കെയിലിൻ്റെ ഈ എല്ലാം അറിഞ്ഞിരിക്കണം, ഇത് പ്രധാനമാണ്. നമുക്ക് മാത്സിനൊക്കെ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ നമ്മളിത് ഒരു ഇപ്പം നമ്മളൊരു കുറച്ചും കൂടി പണി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടൊരു സ്കെയിൽ പോലെ തോന്നിക്കൂലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് ഈ വീഡിയോ എന്ന് നിങ്ങളൊന്ന് ലാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇപ്പം അതെ നമ്മുടെ സ്കെയിലിൻ്റെ പണി തീരാറായി ഇട്ടുണ്ട് കേട്ടോ. അതെ സ്കെയിലിന് തീരാറായിട്ടുണ്ട്. നമ്മുടെ സ്കെയിലിലൂടെ അത്യാവശ്യം ഒന്ന് ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ. അതെ ഇതിപ്പോൾ ഒരു കുറച്ചും കൂടി ഉള്ളൂ. എന്നാലും ഒന്ന് കാണിച്ചു തരാം. ഇതേ നമ്മുടെ സ്കെയിലിൻ്റെ പണി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്കെയിൽ വരെ ഏകദേശം ഉണ്ട്. ഇനി ഒരു കുറച്ച് മണി കൂടി ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നല്ല ഇതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നല്ല ഇപ്പം നമ്മളിത് ഏകദേശം ഒരു ഇത്തിരി ആയിക്കോട്ടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിത് ഏകദേശം ഇത്രയും വരെ എത്തിയിട്ടുണ്ട്. നമ്മളിത് ഇത്രയും വരെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ പണി കഴിയാറായി. അതെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്യുന്നില്ല. എന്നാലും ഇപ്പോൾ ഒരു സ്കെയിൽ പോലില്ലേ, അല്ലേ, ഒരു അടിപൊളി സ്കെയിലായില്ലേ. ഇനി ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. ഇനി നമ്മളൊരു ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അതാണെന്ത് അതെ അത് ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ചീത്തട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണ അത് ഈ ഷീറ്റ് കാരണമാണ് അങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. എന്നാലും ഈ സ്കെയിൽ ഇവിടേക്കട്ടെ. അത് നിങ്ങൾക്ക് ഈ വലിയ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ വലിയ ബിഗായിട്ടുള്ള ഈ സ്കെയിലിനെ പറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ വീഡിയോൻ്റെ തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കേൾക്കാം.